ബീഹാർ തെരഞ്ഞെടുപ്പില് അവിടുത്തെ സ്ത്രീകൾക്ക് 10,000 രൂപ വെച്ച് കേന്ദ്രം കൊടുത്തിരുന്നു. അത് ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഇലക്ഷൻ സ്റ്റണ്ട് ആയിരുന്നു എന്ന് നമ്മൾ എല്ലാവരും വിമർശിക്കുന്നുണ്ടായിരുന്നു. കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസും UDF എല്ലാവരും ഒന്നടങ്കം അതിനെ വിമർശിച്ചിരുന്നു. കാരണം മുൻപ് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് അത് എന്ന് തന്നെ വിലയിരുത്താവുന്ന ഒരു കാര്യത്തിനെയാണ് അവിടെ ബീഹാറിൽ 10,000 രൂപ വെച്ച് സ്ത്രീകൾക്ക് കൊടുക്കുകയും അത് BJP തെരഞ്ഞെടുപ്പിൽ BJP അത് വളരെ സഹായകമാവുകയും ചെയ്തു എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതിനെല്ലാം ശക്തമായി വിമർശിച്ചിരുന്നു. എന്നാൽ മറിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രതിമാസം 1,000 രൂപ ധനസഹായം. നിങ്ങളെപ്പോലെ തരാൻ 10,000 ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരു 10,000 വെച്ച് തരാം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം CPM-നെ ചില്ലറയൊന്നുമല്ല തളർത്തിയിരിക്കുന്നത്. അവർ ഇപ്പോഴും അത് സമ്മതിച്ചിട്ടില്ല. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് CPM സംഘടനയോ LDF സർക്കാരോ ഒന്നും സമ്മതിച്ചിട്ടില്ല. അവരെ ഉൾക്കൊണ്ടിട്ടില്ല ഇതുവരെ. അവരുടെ പാർട്ടിക്കുള്ളിൽ പോലും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുകയോ അത് അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വരുമ്പോൾ ഇവരിപ്പോ 1,000 രൂപ വെച്ച് സ്ത്രീകൾക്ക് കൊടുക്കുന്നു. ഇവരാണ് വടക്കോട്ട് നോക്കി ഓരിയിട്ടത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള ഒന്നും ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ല എന്നാണ്, വികാരം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ CPM വിലയിരുത്തൽ. അപ്പോഴാണ് പിന്നെ പോരാളി ഷാജി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എനിക്കറിയില്ല അത് CPM വിരുദ്ധനാണോ എന്ന് ചില സമയത്ത് തോന്നിപ്പോകും. കാരണം അതിലെ പല പോസ്റ്റുകൾ കാണുമ്പോൾ ഇത് ജനങ്ങൾക്ക് CPM-നോട് ഒരു വെറുപ്പ് തോന്നുന്ന രീതിയിലെത്തേക്ക് അത്രയ്ക്ക് അരഗന്റ് ആയിട്ടുള്ള ചില പോസ്റ്റുകൾ ഇടാറുണ്ട്. അപ്പോ പോരാളി ഷാജി ഇത് വലിയ രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. 35-നും 60-നും ഇടയിലുള്ള സ്ത്രീകൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. പറഞ്ഞ വാക്ക് പാലിക്കുന്ന സർക്കാരിൽ ആയിരിക്കണം നിങ്ങളുടെ വോട്ട്. സ്ത്രീകൾക്ക് പ്രതിമാസം 1,000 രൂപ ധനസഹായം, അപേക്ഷാ ഫോം നാളെ മുതൽ വിതരണം ചെയ്യും എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോ ഇവര് യഥാർത്ഥത്തിൽ കേന്ദ്രവും ഇവിടുത്തെ CPM-ഉം ഒറ്റക്കെട്ട. ഇപ്പൊ കഴിഞ്ഞ തവണ വേറൊരു സംഭവമുണ്ട്, ബ്രിട്ടാസ് ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരോപണം വന്നിട്ടുണ്ട്. PM ശ്രീയിൽ പാലം വലിച്ചത് ബ്രിട്ടാസ് ആണ് എന്ന് പറഞ്ഞപ്പോ ഇവിടെ വീണ്ടും BJP. അതാണ് ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞത് BJP-യുടെതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് BJP നോക്കി ഇവര് കുറ്റം പറഞ്ഞെന്നല്ലേ പറഞ്ഞ. കുഴപ്പമില്ല, വാർത്ത അങ്ങ് പോകും. വാർത്തനല്ല, കട്ട് ചെയ്യുന്ന ആളുടെ അടുത്തല്ലേ പറയാം. അപ്പോ അതേപോലെ തന്നെയാണ് ഇവർ BJP-യെ കുറ്റം പറയുകയും അതേ പാത പിന്തുടർന്നുകൊണ്ട് ഇപ്പൊ 1,000 രൂപ വെച്ച് കൊടുക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും. പക്ഷെ 1,000 രൂപയ്ക്കൊന്നും വീഴുന്നവരാണോ ഈ നമ്മുടെ നാട്ടിൽ? പക്ഷെ ഇത് മാസം തോറും കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കൊടുക്കുമ്പോൾ ഒരു 6-7 മാസം കൊടുക്കുമ്പോൾ ഒരു 6,000 രൂപയാവും അല്ലേ സ്ത്രീകൾക്ക്? അപ്പൊ അവര് അത് ഉദ്ദേശിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ച് തന്നെയാണ് ഈ ഒരു പരിപാടി തുടങ്ങിയതെന്നതിൽ സംശയമുണ്ടോ? ഇല്ല ചേച്ചി, ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ തുക കൂട്ടിയ സമയത്താണ് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായത്. പിന്നീട് പെട്ടെന്നൊന്നും ഒരു മാറ്റവും ഉണ്ടായില്ല. നമുക്കറിയാം, പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നു. അപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയം നേരിട്ടു. ആ സാഹചര്യത്തിലാണ് വീണ്ടും ഇത് വരുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് കുറച്ചധികം മാനദണ്ഡങ്ങളുണ്ട്. 35 വയസ്സിന് മുതൽ 35 വയസ്സിന് മുകളിലുള്ള 60 വയസ്സ് വരെയാണ് ഉള്ളത്. മഞ്ഞ കാർഡോ BPL കാർഡോ ആയിരിക്കണം, തൊഴിൽ രഹിതയായിരിക്കണം. പിന്നെ മറ്റേതൊക്കെയോ പെൻഷൻ വാങ്ങുന്നവർക്ക് ഈ ആനുകൂല്യം കിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ ഇത് എല്ലാവർക്കും, നമ്മൾ ഈ ചിന്തിക്കുന്ന പോലെ വീട്ടിലിരിക്കുന്ന 35 മുതൽ 60 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഇത് കിട്ടണമെന്നില്ല. ഇതെല്ലാം പരിശോധിച്ച് വരുമ്പോ എനിക്ക് തോന്നുന്നു ചിലപ്പോ ഒരുപാട് സ്ത്രീകൾക്ക് കിട്ടാൻ സാധ്യതയില്ല. അതൊക്കെ തോന്നുന്നത് അവർക്ക് ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും ജോലി ഉണ്ടെങ്കിലും ഇതുവരെ ഉള്ള അതായത് കുറെ കാലങ്ങൾ മുമ്പേ മുതലുള്ളത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പണ്ട് ജനകീയ ആസൂത്രണ പദ്ധതി അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ പശു, ആട്, കോഴി ഇതെല്ലാം സ്ത്രീകൾക്ക് വിതരണം ചെയ്യുമായിരുന്നു. എല്ലാ തൊഴിലില്ലാത്ത സ്ത്രീകൾക്കും അവർ കൊടുത്തിട്ടില്ല. തൊഴിലുള്ളവർക്കും വരുമാനമുള്ളവർക്കും നല്ല രീതിയിൽ സാമ്പത്തിക ഭദ്രത ഉള്ളവർക്കും എല്ലാം പശു, കോഴി, ആട് എല്ലാം കിട്ടിയിട്ടുണ്ട്. അവർക്കറിയാം ആർക്ക് കൊടുക്കണമെന്ന്. അതൊരു വശം. പിന്നൊന്ന് ഈ പെൻഷന്റെ കാര്യം. ക്ഷേമ പെൻഷനുകൾ കൊടുക്കുമ്പോൾ നമ്മൾ മുൻപൊരു വീഡിയോയിലും ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. നൂലിൽ സൂചി കൊടുക്കാൻ പോലും അറിയാത്തവർക്ക് തയ്യൽ തൊഴിലാളി പെൻഷൻ അതെങ്ങനെയാണ് പാർട്ടിക്ക് നിങ്ങൾ പാർട്ടിയുടെ കൂടെ നിൽക്കൂ, നിങ്ങൾക്ക് പെൻഷൻ ഞങ്ങൾ വാങ്ങിത്തരാം. എന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇനി പരിചയത്തിലുള്ള ഒരു സഖാവ് തന്നെയാണ് പറഞ്ഞത്. ആ ഫോം തരാം, നീ ഒന്ന് ഫില്ല് ചെയ്ത് തന്നാ മതി, ബാക്കി കാര്യമൊന്നും നീ അറിയണ്ട. അവർ വിളിക്കുമ്പോൾ അവിടെ പോയി ഒന്ന് മെഷീൻ ചവിട്ടി കാണിച്ചു കൊടുത്താൽ മതി. തയ്യൽ മെഷീൻ ഒന്ന് ചവിട്ടി കാണിച്ചാൽ മാത്രം മതി. അവിടെ ഇരിക്കുന്നത് നമ്മുടെ ആള് തന്നെയാണ്.
എനിക്ക് ആ പെൻഷന്റെ ആവശ്യമില്ല. കാരണം തയ്യൽ തൊഴിലാളികൾ ഉണ്ട് അതിന് അർഹതപ്പെട്ടവർ. അല്ല, അർഹർക്ക് പെൻഷൻ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ അർഹർക്ക് ഒന്നും കിട്ടാതെ അർഹർക്ക് എല്ലാം കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. കാര്യം കഴിഞ്ഞ 9.5 വർഷമായി നമുക്കറിയാം, LDF ആദ്യം വരുമ്പോ സമയത്ത് പറഞ്ഞാണ് LDF വരും, എല്ലാം ശരിയാകും. ഇനി ഏതു മേഖലയാണ് ശരിയാകാനുള്ളത്? ആരോഗ്യ മേഖലയാകട്ടെ, വിദ്യാഭ്യാസ മേഖലയാകട്ടെ, എല്ലാ മേഖലയും ഒന്നില്ലാതെ ഇവർ നശിപ്പിച്ചു എന്ന് പറയാം. ആ തരത്തിലേക്ക് മാറിയില്ലേ? ഇനി ഇവരെന്ത് മാറ്റമാണ്? ഇനി അവസാനം 9.5 വർഷത്തിന് ശേഷം 3 മാസം അല്ലെങ്കിൽ 6 മാസം ഗ്യാപ്പിൽ ഇവർ എന്ത് മാജിക്കാണ് കാണിക്കാൻ പോകുന്നത്? എല്ലാ ചേച്ചി അതാ പറഞ്ഞത്, എല്ലാ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ പോകുന്നില്ലല്ലോ. അല്ല, ആരുടെ വോട്ടാണോ അവർക്ക് വേണ്ടത് അവർക്ക് പോകുമായിരിക്കും. പിന്നെ ഒന്ന് കാര്യം, അത് വേറൊരു വശം. അടുത്ത് ഈ പാരഡി വിവാദം ഇതുവരെ തണുത്തിട്ടില്ല. ഇപ്പോഴും അവർ പോറ്റിയെ കേറ്റിയെ ആ പാട്ടിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുന്നുണ്ട്. അവർക്ക് പരാതിയാണ്. എന്ത് പരാതി? മതവികാരം വ്രണപ്പെടുത്തുന്നതാണ്. ആർക്കാ പരാതി? ഈ അവിശ്വാസികളായ ഈ CPM-കാർക്കാണ് പരാതി. മതവികാരം വ്രണപ്പെടുത്തി എന്ന് പറയാനും അയ്യപ്പന്റെ കാര്യത്തിൽ ഇത്രയും ആശങ്കപ്പെടാനും ഇവർക്ക് എന്താ അർഹതയാണുള്ളത്? ഇപ്പൊ അതൊക്കെ മാറി. പണ്ടാണ് അവർക്ക് വിശ്വാസമില്ലാത്തതും അവർ അവിശ്വാസം. ഇപ്പൊ അങ്ങനെയല്ല. മുൻപ് ഒരിക്കൽ കണ്ടില്ലേ, DYFI-കാർക്ക് ഇവർ നിർദ്ദേശം കൊടുത്തിരുന്നു, ക്ഷേത്ര ഭരണ കമ്മിറ്റികളിലെല്ലാം നിങ്ങൾ പങ്കാളികളാവണം. അല്ല ചേച്ചി, ഇവർ ഇതൊക്കെ പറയുമ്പോഴേ ഗണപതി മിത്താണെന്ന് പറഞ്ഞത് ആരാണ്? അല്ല, അതൊക്കെ ഒരു കാലം കഴിഞ്ഞു. ശബരിമലയിൽ നവോത്ഥാനത്തിനായി സ്ത്രീകളെ കയറ്റിയത് ആരാണ്? വോട്ട് നേടാൻ വേണ്ടി എന്തും മാറ്റി പറയാൻ ഒരു മടിയും ഇല്ല അവർക്ക്. അപ്പൊ അതുകൊണ്ട് മുൻപ് ഇതെല്ലാം മിത്തായിരുന്നു. ഇപ്പം അയ്യപ്പൻ നമ്മുടെ സ്വത്താണ്. ആ സ്വത്ത് നമ്മൾ ഇത്തിരി അടിച്ചെടുത്തു എന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. പക്ഷെ പാരഡി ഗാനം അയ്യപ്പനെയും വിശ്വാസികളെയും മുമ്പ് ഇവര് തന്നെ പറഞ്ഞിരുന്നു, ശബരിമല എന്ന് പറഞ്ഞാൽ ഒരു മതത്തിനുള്ളതല്ല, അത് എല്ലാ മതക്കാർക്കും ഉള്ളതാണ്. എന്നിട്ട് പറയുന്നു ആ പാട്ട് എഴുതിയത് ഒരു മുസ്ലിം നാമധാരിയാണ്, ഒരു മുസ്ലിമാണ്. അപ്പൊ ആൾക്കാർക്കിടയിലേക്ക് ഇത് പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും. കാരണം ഈ അത്രയും കോൺഫിഡന്റ് ആയിട്ട് അവർ പറയുന്നുണ്ട്, മൂന്നാം പിണറായി സർക്കാർ LDF 3.0 എന്നൊക്കെ ഇവര് തന്നെ കൊട്ടിഘോഷിച്ചിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോ ഇവര് പോലും ഇത്രയും വലിയൊരു തോൽവി ഒരിക്കലും തിരുവനന്തപുരം BJP പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഈ LDF-ന് ഏറ്റവും വലിയൊരു നാണക്കേടെന്ന് തന്നെ പറയാം. തിരുവനന്തപുരം BJP പിടിച്ചെടുത്തു. പക്ഷെ അതുപോലും അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും അവർ തയ്യാറായിട്ടില്ല. എന്നിട്ട് എവിടെയോ കണക്കുകളൊക്കെ പരിശോധിച്ചിട്ട് BJP-ക്ക് എത്രയോ ചെറിയ ശതമാനത്തെ വോട്ടിന്റെ മുൻ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ ചെറിയ ശതമാനത്തിന്റെ കുറവുണ്ട് എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അല്ലേ, ചെന്നത്ത് വേറൊരു കാര്യമുണ്ടല്ലോ, ഇപ്പോഴും അവര് പറയുന്നത് എന്താണ്? ഭരണവിരുദ്ധ വികാരമില്ല. സ്വർണ്ണക്കൊള്ള വോട്ടായി മാറിയിട്ടില്ല. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല. ഇത്രയും വലിയ പരാജയത്തിൽ നിൽക്കുമ്പോ പോലും ഇവർക്കത് മനസ്സിലാക്കാൻ പറ്റാത്തതല്ലല്ലോ, ഇവരത് അംഗീകരിക്കുന്നില്ലല്ലോ. അങ്ങനെയുള്ള അവരോട് എന്ത് പറയാനാണ്? എന്ത് പറഞ്ഞാണ് ഇനി LDF-നെ മനസ്സിലാക്കേണ്ടത്? അത് വേറൊരു വിഷയം. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ സഖാക്കന്മാരുടെ മൊത്തത്തിലുള്ള ഒരു പ്രവൃത്തികളെ കുറിച്ചാണ്. നമ്മുടെ പ്രിയങ്കരനായ നടൻ ശ്രീനിവാസൻ, അദ്ദേഹത്തെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയപ്പോൾ അവിടെ ധ്യാൻ ശ്രീനിവാസൻ എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സോഷ്യൽ മീഡിയയിൽ സഖാക്കന്മാർ കയറി അങ്ങ് മെഴുകുകയായിരുന്നു. ഇത്രയ്ക്ക് ബോധവും വിവരവും ഇല്ലാത്തവരാണ് ഇവിടുത്തെ സഖാക്കന്മാരെന്ന് ജനം ഇപ്പോഴും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല ചേച്ചി, ഇപ്പൊ ഒരു ബേസിക് ലോജിക്കിൽ നമുക്ക് ചിന്തിക്കാമല്ലോ, ഒരാളുടെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു കിടക്കുമ്പോ ഇപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നാലും നമ്മുടെ മാനസികാവസ്ഥ ഒരു പക്ഷെ എഴുന്നേറ്റ് നിൽക്കാനോ കുമ്പിടാനോ പറ്റുന്നതായിരിക്കില്ല. അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയ്ക്ക് അപക്വമാണോ സഖാക്കൾ? പക്ഷെ അവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഈ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ടി ഇങ്ങനെ പക്ഷം പിടിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കാലമൊക്കെ അവസാനിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇപ്പോ PM ശ്രീ വിഷയത്തിലായാലും ഇവിടുത്തെ ഗവർണറുമായുള്ള തർക്കത്തില് വൈസ് ചാൻസലർ BC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലെല്ലാം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് എതിർപ്പ് പരസ്യമായി സഖാക്കന്മാർ പ്രകടിപ്പിച്ചു. അത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണോ? കാര്യം മുമ്പൊന്നും മുഖ്യമന്ത്രി ഒരുപാട് നാളുകൾക്ക് ശേഷമെന്നല്ല, ഇതുവരെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവ്, മുഖ്യമന്ത്രി, അദ്ദേഹം ഇതുവരെ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ഒറ്റയാനായിരുന്നു. അല്ല, പലപ്പോഴും പാർട്ടിക്കകത്ത് ചെറിയ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോ പോലും അതിനെ വരെ ഉത്തരം മുട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വരെ വിലക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഏകാധിപതിയായിരുന്നു. പക്ഷെ അതിൽ വലിയ മാറ്റമുണ്ട്.
CPM-ന്റെ അകത്ത്, CPI-യിൽ പോലുമല്ല, CPM-ന്റെ CPM അകത്തുനിന്ന് തന്നെ ചോദ്യങ്ങൾ പൊട്ടിത്തെറികളുണ്ട്. വരുന്നുണ്ട്, അതൊരു പൊട്ടിത്തെറിയായി പൊട്ടിത്തെറി മാറി. വരുന്നുണ്ട്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ശക്തമായ രീതിയിൽ തന്നെ പ്രതിഫലിക്കും. കാരണം എതിരാളികളോ ചേച്ചി, പ്രതിപക്ഷം അല്ല. അല്ല, ഇതിനു മുന്നേ തന്നെ CPM-ന്റെ അകത്തുള്ള നേതാക്കൾ ഇതുപോലെ കുറച്ച് വിമർശിച്ചിരുന്നു എങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു പരാജയം അവർക്ക് നേരിടേണ്ടി വരില്ലായിരുന്നു എന്നുള്ള കാര്യം യാതൊരു സംശയവും ഇല്ല. കാരണം സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാനുള്ള ഒരു ചിന്താശേഷി അല്ല, അവരങ്ങനെ ചിന്തിക്കില്ല. എല്ലാം ശരിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനും വേണ്ടിയിട്ട് സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലോ അദ്ദേഹം അതിനേക്കാൾ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിഡ്ഢിച്ചിരിയും ചിരിക്കുന്നതല്ലാതെ എന്താണ് ഈ പരാജയ കാരണം എന്ന് വിലയിരുത്താനോ ഒന്നും ഇതുവരെയും തയ്യാറായിട്ടില്ല. അപ്പൊ എന്താണ് അവർ വിചാരിക്കുന്നത്? എന്താണ് സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞാൽ ജനങ്ങൾ വീണ്ടും തള്ളിക്കളയുമെന്നാണ്. പക്ഷേ സ്വന്തം തെറ്റ് തിരിച്ചറിയുന്നിടത്ത് അവർ വിജയിക്കാൻ തുടങ്ങുമെന്നുള്ള കാര്യം അവർ ഓർക്കുന്നില്ല. എന്തായാലും അത് ഓർക്കാതിരിക്കുന്നത് തന്നെയാണ് കേരളത്തിന് നല്ലതെന്നാണ് തോന്നുന്നത്.